എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പി.വി. അൻവറിന്റെ ആരോപണത്തിന് മറുപടി നൽകാതെ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കൂടിയായ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും UDF. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പം 2 മാസം മുൻപാണ്. വലിയൊരു ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ UDFന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത്. അത് രാജിയുടെ കാരണവും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അത് അദ്ദേഹം പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് ഈ കരുത്ത് പറയാൻ. നിലമ്പൂരിൽ UDFന് പിന്തുണ നൽകുമെന്നും DCC പ്രസിഡന്റ് VS ജോയിയാണ് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന പി.വി. അൻവറിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനോട് പ്രതികരിക്കാനില്ലെന്ന മറുപടിയാണ് ആര്യാടൻ ഷൗക്കത്ത് നൽകിയത്. പി.വി. അൻവർ പക്ഷേ സ്ഥാനാർത്ഥിയുടെ മലയോര മേഖലയിൽ സ്ഥാനാർത്ഥിയാവണം, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാവണം, DCC പ്രസിഡന്റ് പേരൊക്കെ ഇതൊക്കെ പാർട്ടിയും UDF ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല. ആരാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. സിനിമ എടുത്ത് നടക്കുന്ന ആളല്ലേ, അത് കുഴപ്പമില്ല. അതിനൊന്നും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ അങ്ങനെ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലത്തെ പാർട്ടി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് ഹൈക്കമാൻഡ് ഒക്കെയാണ്. അങ്ങനെ ഒരു ഇടതുപക്ഷത്തിന് അങ്ങനെ പറയുന്നത് ശരിയാണ്? അല്ല, അത് ശരി. അതിന്റെ ശരികേടിനെ കുറിച്ചും അതിന്റെ ശരിയെ കുറിച്ചും ഒന്നും ഞാൻ ഇപ്പൊ കമന്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ പാർട്ടിയും UDF ഒക്കെ എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, നേതൃത്വം എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ച് ഞാനൊന്നും ഇപ്പൊ കമന്റ് ചെയ്യുന്നില്ല. UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുക. DCC പ്രസിഡന്റ് VS ജോയിയും KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താനും ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത്. UDFനെ പിന്തുണയ്ക്കുമെന്ന അൻവറിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി നടത്തിയ പരാമർശത്തിലും ഷൗക്കത്ത് പ്രതികരിച്ചില്ല. നിലമ്പൂരിൽ മത്സരം ഉണ്ടാവുകയാണെങ്കിൽ UDFന് അൻവർ പിന്തുണ എന്നാ പറയുന്നത്. അതിന് അൻവർ പിന്തുണ അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ നിലമ്പൂരിൽ പിന്തുണ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ UDF എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ പിന്തുണയും ആഗ്രഹിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും. അതിപ്പോ ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായി നിരുപാധികമായി പിന്തുണ തരുന്നവരെയൊക്കെ പിന്തുണ വേണ്ട എന്നൊന്നും ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ആ സമയത്ത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ നേതൃത്വം ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. തൃണമൂൽ കോൺഗ്രസിലാണ്. അപ്പൊ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ് നിലയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നിലമ്പൂരിൽ അങ്ങനെ ഒരു വോട്ടർമാരെ സ്വാധീനിക്കത്തക്ക സ്വാധീനം ഈ കഴിഞ്ഞ വർഷം കൊണ്ട് അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നമ്മള് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ അല്ല ഇപ്പൊ. ഞാൻ പറഞ്ഞതാ, അദ്ദേഹം ആദ്യം എവിടെയെങ്കിലും നിൽക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച്. എ+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom BBAയോടൊപ്പം ACCA CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്.
TTC, B.Ed കോഴ്സുകളും LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.